Good morning. Good morning. ബുക്ക് ഒക്കെ എടുത്താ നമ്മുടെ ചാപ്റ്റർ എടുത്ത് വെക്കാം കേട്ടോ. 2-3 മിനിറ്റ് വൈകിയല്ലേ ഇറങ്ങിയിട്ട്. അതുകൊണ്ടാണ് 2 മിനിറ്റ് ആയി ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. മിസ് ഇറങ്ങിയപ്പോ തന്നെ കയറിയിട്ടാണ്. അപ്പൊ നിങ്ങള് ടെക്സ്റ്റ് ഒക്കെ ഒന്ന് എടുക്കട്ടെ എന്ന് വിചാരിച്ച് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തോ കേട്ടോ. അപ്പൊ നമ്മള് ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CSST എന്ന് പറഞ്ഞ ചാപ്റ്റർ ഷെയർ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ക്ലിയർ ആണോ നോക്കി? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ് ആണല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CSST എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ. CSST എന്താണ്, CSST ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് പറഞ്ഞു, പിന്നെ അടുത്തത് വർക്ക് ഫ്ലോ പറഞ്ഞു, നെക്സ്റ്റ് എന്താ ഓർഗാനോഗ്രാം പറഞ്ഞു, ഫങ്ഷണൽ ഏരിയാസ് അല്ലെ. അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ടെന്നാ നമ്മൾ പറഞ്ഞത്? CSSTയില് എത്രയുണ്ട്? 6 ഫങ്ഷണൽ ഏരിയാസ് അല്ലെ. 5 ഉള്ളോ? ഒരെണ്ണം കുറഞ്ഞു പോയല്ലോ ഷാഹിന. 6 ഉണ്ട്. മെസ്സേജ് ചെയ്തപ്പോ മാറിപ്പോയതായിരിക്കും അല്ലെ. എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട്? 6 ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. ഏതൊക്കെയാണ്? പേരുകൾ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലേ. ഏതാണ്? റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. 6 ഏരിയാസ് ഏതൊക്കെയാണെന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിന്റെ ഓർഡർ നമ്മൾ അതുപോലെ തന്നെ പഠിക്കണം. എക്സാമിന് ചോദിക്കും ഓരോ ഏരിയ കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് ഏരിയ ആണ് എന്നുള്ളത് ചോദിക്കും. അപ്പൊ ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം. ഓക്കെ, അതിന് നോക്കിയേ ഫസ്റ്റ് വരുന്നതാണ് റിസീവിംഗ് ഏരിയ. റിസീവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റിസീവ് ചെയ്യാ, സ്വീകരിക്കുക അല്ലെ. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്ന ഏരിയയാണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. Item used for several departments of the hospital are transferred to CSST for cleaning and sterilization. ഒന്നാമത്തെ സെന്റൻസിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. Item used from several departments. പല ഡിപ്പാർട്ട്മെന്റില് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഇങ്ങോട്ട് ആ CSSTയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Of the hospital are transferred to CSST. For what? എന്തിനു വേണ്ടിയാ CSSTയിലേക്ക് വരുന്നത്? പല ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിച്ച മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് CSSTയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. അത് ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടി. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് അതിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കൂ കേട്ടോ. ഐറ്റം യൂസ്ഡ് ഫ്രം സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആർ ട്രാൻസ്ഫർ ടു CSST ഫോർ ഡാഷ്. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയാണ്? ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ക്ലീൻ ചെയ്യാൻ, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉപയോഗിച്ച മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ CSSTയിലേക്ക് കൊണ്ടുവരും. അവരത് റിസീവ് ചെയ്യുന്ന ഏരിയയുണ്ട്. Preferably, the item which gets stained with the blood or body fluid should be decontaminated with the sodium hypochlorite solution in the user department itself before sending to CSST. അവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അണ്ടർലൈൻ ചെയ്തിടാം നമുക്ക്. നോക്കിയേ, preferably എന്ന് വെച്ചാൽ എന്താ? അനുയോജ്യമായ
അപ്പൊ നോക്കി ഇവിടെ എന്താ സംഭവിക്കുന്നത്, എന്താ പറഞ്ഞേക്കുന്നത് അവിടെ, ഈ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ബ്ലഡിന്റെ അംശം ഉണ്ടാകാം അല്ലെ. സർജറി ചെയ്യുമ്പോൾ ചിലപ്പോ എടുക്കുന്ന സിസേഴ്സ് അതിൽ ചിലപ്പോ എന്താ ബ്ലഡിന്റെ അംശമൊക്കെ ഉണ്ടാകാലോ അല്ലെ. അതല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആ എക്യുപ്മെന്റ്സിൽ ഉണ്ടാവാം. അതെന്ത് ചെയ്യുന്നു, ഡീകണ്ടാമിനേറ്റഡ്, അണുവിമുക്തമാക്കുന്നു. എഴുതി വെച്ചോട്ടോ, അണുവിമുക്തമാക്കുക, ഡീകണ്ടാമിനേറ്റഡ്, അണുവിമുക്തമാക്കുന്നു. വിത്ത് എന്തുപയോഗിച്ചിട്ടാണ് അവിടെ ചോദിക്കാട്ടോ, എന്തുപയോഗിച്ചിട്ടാ, സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ പേര് പഠിച്ചിരിക്കണം. ഏതാണ്, സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അത് ഉപയോഗിച്ച് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ആരാണ് ചെയ്യുന്നത് നോക്കിയേ, ഇൻ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ്സെൽഫ്. ആ ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് തന്നെ അവരെന്ത് ചെയ്യും, സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. എപ്പോഴാ, ബിഫോർ സെൻഡിങ് ടു CSSD. CSSDയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ. അല്ലാതെ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിച്ച സിസേഴ്സ് ആ ബ്ലഡോട് കൂടിയല്ല CSSDയിലേക്ക് കൊടുക്കുന്നത്. അത് എന്ത് ചെയ്യും, അത് ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് അല്ലെ. അപ്പൊ ആ ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് തന്നെ ഏതാണെങ്കിലും ആ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് തന്നെ അവരൊന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും അല്ലെ. അവരൊന്ന് അത് അണുവിമുക്തമാക്കും. എന്താ, ഏതുപയോഗിച്ച, സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അത് ഉപയോഗിച്ചിട്ട് ആ ബ്ലഡും ബോഡി ഫ്ലൂയിഡും ഒക്കെ കഴുകി കളഞ്ഞതിന് ശേഷമാണ് CSSDയിലേക്ക് അയക്കുന്നത്. ക്ലിയർ ആയോ? ആ സൊല്യൂഷന്റെ പേര് ഏതായിരുന്നു, എന്തുപയോഗിച്ചിട്ടാണ് ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത് യൂസർ ഡിപ്പാർട്ട്മെന്റ്, സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. നോട്ട് ചെയ്തിട്ടോ, അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. അങ്ങനെ അവർ ആ ഡിപ്പാർട്ട്മെന്റ് അത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ട് നേരെ CSSDയിലേക്ക് അയക്കും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഇനി എല്ലാവരും ഒരു ക്ലാസ് കഴിഞ്ഞതിന്റെ ക്ഷീണായോണ്ടാണോ റിപ്ലൈ ചെയ്യാത്തേ, അതെയോ മനസ്സിലാവാത്തത് കൊണ്ടാണോ? ഇനി എല്ലാവരും ഓൾ സ്റ്റാൻഡ് അപ്പ് ഒക്കെ പറയിക്കണോ? ഞാൻ അവിടെ ഇന്ന് എല്ലാവരും ഒന്ന് ചാടിയിട്ടൊക്കെ ഇരിക്കണം. ആ ക്ഷീണം ഒന്ന് മാറട്ടെ. ക്ഷീണം കാരണമാണോ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട്? അപ്പൊ ഞാൻ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ തന്നെ കയറി വന്നതാണല്ലോ. അപ്പൊ ഇത്രയും 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് എനിക്ക് എത്ര ക്ഷീണം വേണം അല്ലേ? നിങ്ങൾ അവിടെ എന്നെ കേൾക്കണേ അല്ലേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടെന്നൊക്കെ മെസ്സേജ് അയക്കിട്ടോ. ഓക്കെ താങ്ക് യു. അപ്പൊ ക്ലിയർ ആവാത്തത് കൊണ്ടല്ല, റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഒരിച്ചിരി ഒരു ഇതുള്ളത് കൊണ്ടാണ് അല്ലേ. ഓക്കെ, ഇച്ചിരി എനർജി ആയിട്ടൊക്കെ ഇരുന്നേ. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നമ്മൾ നന്നായിട്ടിരുന്നാലേ നമുക്ക് വേഗം മനസ്സിലാവുള്ളൂ. വേഗം മനസ്സിലായി നോട്ട് ചെയ്തിട്ട് അതിന്റെ എക്സാമിന് എളുപ്പമായിരിക്കും അല്ലെ. എക്സാമിന് നമ്മൾ അത്രയും വർക്ക് കുറച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ ലോഡ് കുറയ്ക്കാൻ, നമുക്ക് ഓരോ സെന്റൻസുകൾ നോട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ചു പോകാം. നമ്മളൊന്നും എന്താ മനസ്സിലാവാതെ വെറുതെ ഇങ്ങനെ കേട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇതിൽ നിന്ന് എങ്ങനെയാ ക്വസ്റ്റ്യൻ തന്നെ, അല്ലെങ്കിൽ മിസ് ഏതാ ഇമ്പോർട്ടന്റ് പറഞ്ഞേ, അല്ലെങ്കിൽ ഏത് അണ്ടർലൈൻ ചെയ്യാൻ വന്നേന്ന് അന്നേരം കൺഫ്യൂഷൻ വരും. പുറത്ത് മാറി എല്ലാവരും കൂടെ ക്ഷീണം മാറിയോ? ഓക്കെ ആണോ? ഒന്ന് തമ്പിട്ടെ, ക്ഷീണം മാറിയോ നോക്കട്ടെ. ആദ്യം നമ്മള് പഠിക്കാൻ റെഡി ആയിട്ട് വേണ്ടേ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇരിക്കാൻ. ഓക്കെ, ഗിഫ്റ്റി, അഫ്സ്ന ഒക്കെ ഡോണ ഒക്കെ തമ്പിട്ടേ. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് ഇട്ടേ കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ, ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യുന്നു, സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ആ എക്യുപ്മെന്റ്സ് ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. എന്നിട്ടാണ് CSSDയിലേക്ക് അയക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച എന്തെങ്കിലും തൂമ്പ, ആ തൂമ്പ നമ്മളത് കാച്ചിക്കാനായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഇളക്കിയ മണ്ണേപ്പാടെയാണോ നിങ്ങൾ കൊടുക്കുന്നത്? ആ മണ്ണൊക്കെ പറ്റി പിടിച്ചോണ്ടാണ് കൊടുക്കണേ. നമ്മളൊന്ന് കഴുകിയിട്ടല്ല അത് കൊടുക്കുള്ളൂ അല്ലേ? അതല്ലേ, അതുപോലെ തന്നെ നമ്മളൊന്ന് പതുക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് അത് കാച്ചിക്കാനായിട്ടൊക്കെ അല്ലെങ്കിൽ മൂർച്ച വെപ്പിക്കാനായിട്ട് നമ്മൾ കൊടുക്കണേ. നേരെ അങ്ങനെ തന്നെ കൊടുക്കൂല അല്ലെ. നമ്മളിപ്പോ എന്ത് സാധനമാണെങ്കിൽ ഒരു മിക്സി നമ്മൾ നന്നാക്കാൻ കൊടുത്തു, നമ്മളെന്താ അതിൻ്റെ ഉള്ളിൽ അഴുക്ക അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കിയിട്ട് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണേ അല്ലെ. അല്ലാതെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇത് പൊടി പിടിച്ചിരിക്കുന്ന സാധനം നന്നാക്കാൻ കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഒന്നോടെ നമ്മൾ അത് പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുക്കണേ. അതുപോലെ തന്നെ ആ ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് അത് അവര് CSSDയിലേക്ക് അയക്കുന്നത്. അല്ലാതെ നേരെ ബ്ലഡ് ഉള്ളത് നേരെ കൊടുക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ കാര്യം നിങ്ങൾക്ക്?
ഇനി the accepting area of CSSD should have an entry to outside through a window with a counter. ഇനി ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന അത് റിസീവ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ട് കണ്ടോ, വിൻഡോ വിത്ത് എ കൗണ്ടർ കണ്ടോ, പുറത്തേക്ക് ഔട്ട്സൈഡ് ത്രൂ എ വിൻഡോ വിത്ത് എ കൗണ്ടർ, പുറത്തേക്ക് തുറക്കുന്ന രീതിയിലുള്ള വിൻഡോ ഉണ്ട്. അല്ലാതെ ഫുള്ള് ഡോറ് തുറന്ന് നമ്മൾ മൊത്തം അങ്ങടെ ആളുകൾ കയറേണ്ട ആവശ്യമില്ല. ഒരു വിൻഡോ, അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ വിൻഡോയിൽ കൂടെയാണ്, പുറത്തേക്ക് തുറക്കുന്ന ഒരു വിൻഡോ ഉണ്ട്, അതിൽ കൂടെയാണ് ഐറ്റംസ് അവര് സ്റ്റോർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആവശ്യമില്ലാതെ ആരെയും അവര് അതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ അനുവദിക്കില്ല. ആ സാധനങ്ങൾ മാത്രം ആ വിൻഡോയിൽ കൂടെ കളക്ട് ചെയ്യുകയോ ചെയ്യുന്നത്, റിസീവ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, the item should be counted and received. ഇനി എന്ത് ചെയ്യും, അവര് മേടിക്കുമ്പോ എന്ത് ചെയ്യുന്നു, ഐറ്റം ഷുഡ് ബി കൗണ്ടേഡ്, എത്ര എണ്ണമുണ്ട് എന്നുള്ളത് അവര് കൗണ്ട് ചെയ്യും, എന്നിട്ട് റിസീവ് ചെയ്യും. തിരിച്ച് അവർക്ക് കൊടുക്കണ്ടേ അല്ലേ? ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്നാണ്. 10 സിസർ ഉണ്ടായിരുന്നു, മറ്റുള്ള ഐറ്റംസ് 5 എണ്ണം, അങ്ങനെ ഓരോ സംഭവങ്ങളും അവര് എണ്ണി തിട്ടപ്പെടുത്തും, കൗണ്ട് ചെയ്യും, എന്നിട്ടാണ് അവര് അത് റിസീവ് ചെയ്യുന്നത്. അത് തിരിച്ചു കൊടുക്കുമ്പോ മിസ്റ്റേക്ക് വരൂലേ? ഇപ്പൊ 10 സിസർ അവിടെ നിന്ന് കൊണ്ടുവന്നാൽ തിരിച്ച് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ 10 എണ്ണം തിരിച്ച് തന്നെ കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. Subsequently, the instruments are examined and the unsharpened instruments are stored, sorted out or disposed of. Sort ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ അത് കളയുകയോ ചെയ്യുന്നത് കേട്ടോ, ഉപേക്ഷിക്കുക. Subsequently, അതിനെ തുടർന്ന് എന്താ ചെയ്യുന്ന, ഇൻസ്ട്രുമെന്റ്സ് ആർ എക്സാമിൻഡ്, അവര് പിന്നെ ഒന്നുകൂടി ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവന്ന ആ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുകൂടി പരിശോധിക്കും. എന്നിട്ട് അൺഷാർപ്പൻഡ് ഇൻസ്ട്രുമെന്റ്സ്, മൂർച്ചയില്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പറ്റാത്തത്, വളഞ്ഞു പോയത്, അങ്ങനെയൊക്കെ ഉള്ള എക്യുപ്മെന്റ്സ്. പിന്നെ നമുക്കിപ്പോ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും വളഞ്ഞു പോവോ അല്ലെ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ മൂർച്ചയില്ലാത്തത്, ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ അവരെന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും, ഉപേക്ഷിക്കും. അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലെ, വെറുതെ ആ സമയം കളയാ അല്ലെങ്കിൽ ആ സ്ഥലം കളയാന്ന് മാത്രമേ ഉള്ളൂ. അത് ഇനി വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അവര് ഇത് എക്സാമിൻ ചെയ്യുമ്പോൾ, പരിശോധിക്കുമ്പോൾ, ആ എക്യുപ്മെന്റ്സുകൾ ഇൻസ്ട്രുമെന്റ്സ് പരിശോധിക്കുമ്പോൾ അതിൽ മൂർച്ചയില്ലാത്ത എക്യുപ്മെന്റ്സ് ഉണ്ടോ, വളഞ്ഞു പോയതുണ്ടോ, ഇനി ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ അവരത് ഡിസ്പോസ് ചെയ്യും, അത് അവര് ഉപേക്ഷിക്കും. നെസസറി എൻട്രീസ്, ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ റെക്കോർഡ്സ്. എന്ത് ചെയ്യും, അവര് റെക്കോർഡിലാക്കി വെക്കും, റെക്കോർഡ് ചെയ്ത് വെക്കും. ഇപ്പൊ 10 എണ്ണം ഉണ്ട്, ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നമ്മള് സിസേഴ്സ് 10 എണ്ണം, അത് ആ 10 എണ്ണം അവര് റിസീവ് ചെയ്തു എന്നുള്ളത്, എന്നിട്ട് 2 എണ്ണം കളഞ്ഞു എന്നുള്ളതും അവരവിടെ കാണിക്കും. ഓക്കെ, അത് ചീത്തയാണ് അല്ലെങ്കിൽ കളഞ്ഞു എന്നുള്ളത് കാണിക്കും. എന്നിട്ട് അങ്ങനെ ആ എത്ര എണ്ണം നമ്മൾ എടുത്തു എന്നുള്ളത് റെക്കോർഡാക്കി വെക്കും. Afterwards, the items are transferred to cleaning area. അതിനുശേഷം ഐറ്റംസ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ക്ലീനിങ് ഏരിയയിലേക്ക്. അണ്ടർലൈൻ ചെയ്തിട്ടോ, ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്താ പറഞ്ഞേക്കുന്നേ, അപ്പൊ റിസീവിങ് ഏരിയയിൽ നിന്ന് നമ്മള് സാധനങ്ങള് ഐറ്റംസ് റിസീവ് ചെയ്തിട്ട് ദ ഐറ്റംസ് ആഫ്റ്റർവേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ. ഏത് ഏരിയയിലേക്കാ പോകുന്നേ, റിസീവിങ് ഏരിയ കഴിഞ്ഞിട്ട് ഐറ്റംസ് പിന്നെ പോകുന്നത് എങ്ങോട്ടാ, നെക്സ്റ്റ് ഏത് ഏരിയയിലേക്കാ, ഏത് ഫങ്ഷണൽ ഏരിയയിലേക്ക് പോകും, ഏത് ഫങ്ഷണൽ ഏരിയയിലേക്കാ പോകുന്നേ, റിസീവിങ് ഏരിയ ഇത് കഴിഞ്ഞിട്ട്, റിസീവിങ് ഏരിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏരിയ. ഓക്കെ, വെരി ഗുഡ് മേഘ, ഡോണ, അതിനൊക്കെ കിട്ടണ്ടേ. അടുത്തത് ഏതാണ്, ക്ലീനിങ് ഏരിയയിലേക്ക്. വെരി ഗുഡ്. അപ്പൊ റിസീവിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത ഏരിയയിലേക്കാണ് പോകുന്നത്, ക്ലീനിങ് ഏരിയ. ആഫ്റ്റർ റിസീവിംഗ് ദ ഐറ്റം, ഇങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. എങ്ങനെയാ, ആഫ്റ്റർ റിസീവിംഗ് ദ ഐറ്റംസ് ആർ ട്രാൻസ്പോർട്ട് ടു ഡാഷ് ഏരിയ. ഐറ്റംസ് റിസീവ് ചെയ്തതിനു ശേഷം ആ ഐറ്റംസ് നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഏരിയയിലേക്ക്. അവിടെ എക്സാമിന് നമുക്ക് ഓപ്ഷൻ കൊടുക്കൂട്ടോ. റിസീവിങ് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഏരിയ എന്നുണ്ടാവും, നമ്മുടെ പാക്കിംഗ് ഏരിയ എന്നുണ്ടാവും, സ്റ്റെറിലൈസേഷൻ ഏരിയ എന്നുണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് 4 ഓപ്ഷനും കൊടുക്കും. നമുക്കറിയാലോ, ഇനി ആദ്യം തെറ്റിക്കുമല്ലോ. റിസീവിംഗ് ഏരിയ എന്ന് നേരെ പോകുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?
അവിടെ എന്തൊക്കെയാ സംഭവിക്കണേന്നുള്ളത് ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ക്ലീനിങ് ഏരിയ ആണ്. ഇനി ക്ലീനിങ് ഏരിയയിൽ എന്താ ചെയ്യുന്നത് നോക്കിയേ. Here the instruments are cleaned either manually or by using machine. ഇനി ഇതെങ്ങനെയാ ക്ലീൻ ചെയ്യുന്നേ? ഒന്നില്ലെങ്കിൽ മാനുവലി. മാനുവലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കൈകൊണ്ട്. നമുക്ക് കൈകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. ഓർ ബൈ യൂസിങ് മെഷീൻ, അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചും നമുക്ക് ക്ലീൻ ചെയ്യാം. ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലീൻഡ് ഐദർ മാനുവലി ഓർ ബൈ യൂസിങ് മെഷീൻ. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. either manually or by using dash. എന്തുപയോഗിച്ചാ? മെഷീൻ ഉപയോഗിച്ചും നമുക്ക് ക്ലീൻ ചെയ്യാം. ഫോർ മാനുവൽ വാഷിംഗ്, ഇനി നമ്മൾ മാനുവൽ ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അത് കഴുകുകയാണെങ്കിൽ എന്തൊക്കെ വേണം? നമുക്ക് കഴുകാൻ എന്തൊക്കെ വേണം? വെള്ളം വേണ്ടേ? വാട്ടർ വേണ്ടേ? അല്ലേ? നമുക്ക് തുണി അലക്കാൻ വെള്ളം വേണ്ടേ? ഡിറ്റർജന്റ് വേണ്ടേ? അല്ലേ? അതുപോലെ വേണ്ടേ? അപ്പൊ അതുപോലെ നമ്മളിവിടെ എന്തൊക്കെ സാധനങ്ങളാ വേണ്ടേ? മാനുവൽ വാഷിങ്ങിന് എന്തൊക്കെ വേണം നോക്കിയേ. വാഷിംഗ്, ഫോർ മാനുവൽ വാഷിംഗ് വിത്ത് വാട്ടർ സപ്ലൈ, ആവശ്യത്തിന് വെള്ളം വേണം, ഡിറ്റർജൻസ് വേണം, പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആൻഡ് ബ്രഷസ് ഫോർ മെനി സൈസ് ആൻഡ് ഷേപ്സ് ആർ നീഡഡ് ഇൻ ദ ഏരിയ. പല സൈസില് പല ഷേപ്പിലുള്ള ഈ ബ്രഷുകളും വേണം. എന്തിനാ? ഈ ഓരോ എക്യുപ്മെന്റ്സിന്റെ ഉള്ളിലൊക്കെ കഴുകണ്ടേ? നമ്മളൊന്ന് വൃത്തിയാക്കി കഴുകാനായിട്ട് നമ്മൾ ചിലതൊക്കെ നമ്മുടെ കുപ്പിയുടെ ഉള്ളൊക്കെ കഴുകും ബ്രഷ് ഉപയോഗിക്കൂലേ? നമ്മുടെ കൈ ശരിക്കും കിടക്കൂല. അപ്പൊ അതൊക്കെ കഴുകാൻ നമ്മൾ അതിന്റെ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകാൻ ബ്രഷ് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കൈകൊണ്ട് കഴുകുന്നെങ്കിൽ വെറുതെ ഇങ്ങനെയല്ല, നമ്മളെന്താ നമ്മുടെ സോപ്പും വെള്ളവും പിന്നെ അതുപോലെ ബ്രഷും പല സൈസില് പല ഷേപ്പിലുള്ള ബ്രഷുകൾ, ചെറിയ ബ്രഷ് ഉണ്ടാവാം, വലിയ ബ്രഷ് ഉണ്ടാവാം, അങ്ങനെ പല ടൈപ്പിലുള്ള പല ഷേപ്പിലുള്ള പല സൈസിലുള്ള ബ്രഷുകൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യും. ഇനി അടുത്ത നോക്കിയേ, അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾ. വെരി ഇമ്പോർട്ടന്റ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ചോദിക്കാറുണ്ട്. ഡാഷ് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾ. സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ പേരെന്താണ്? അൾട്രാസോണിക് വാഷർ. മെഷീന്റെ പേരെന്താണ്? അൾട്രാസോണിക് വാഷർ. Ultrasonic washer is a machine which is used for cleaning surgical tools. Surgical tools clean ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ആണ് അൾട്രാസോണിക് വാഷർ. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്? ഓക്കെ. It turns, അവിടെ എന്താ ചെയ്യുന്നേ? അൾട്രാസോണിക് വാഷറിൽ എങ്ങനെയാ ചെയ്യുന്നേ? Turns high frequency sound waves into mechanical vibration that makes small bubbles that burst on the internal surface of the tools and to remove the waste particles. എന്താ സംഭവിക്കുന്നേ? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ആണ്, ശബ്ദ തരംഗങ്ങൾ. നല്ല ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങൾ അതിനെ എന്താക്കും? വൈബ്രേഷൻ ആക്കും, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാക്കും അല്ലെ? സ്മോൾ ബബിൾസ്, ചെറിയ ബബിൾസ് ഉണ്ടാക്കും. ആ ബബിൾസ് ആ ടൂൾസിന്റെ ഇന്റേണൽ സർഫസിൽ, ആ എക്യുപ്മെന്റ്സിന്റെ ഇന്റേണൽ സർഫസിലേക്ക് വന്ന് പതിക്കുമ്പോൾ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യും. അവിടെ എങ്ങനെ സംഭവിക്കുന്നത്? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കും. വൈബ്രേഷൻ വരുമ്പോൾ അവിടെ എന്തുണ്ടാകും? ചെറിയ ചെറിയ ബബിൾസുകൾ ഉണ്ടാകും. ആ കുമിളുകൾ, ആ ബബിൾസ് ആ ടൂൾസിന്റെ ഇന്റേണൽ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അവിടുത്തെ വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യും. വാഷിംഗ് മെഷീനിൽ അലക്കാറില്ലേ എല്ലാവരും? ഇപ്പൊ കല്ലിലൊക്കെ അലക്കുന്നവർ വളരെ കുറവാല്ലേ? നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്ന കുറവാ. എല്ലാവരും സമയമില്ലാത്തതിന്റെ പേരിൽ മെഷീനിലേക്ക് ഇടും. എന്താ പറ്റുന്ന മെഷീനില്? നമ്മൾ വെള്ളം ഒഴിക്കും, കുറച്ച് സോപ്പ് പൊടി ഇടും അല്ലെ? ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ സോപ്പ് പൊടി ഇടും, എന്ത് ചെയ്യുന്നു? അത് റൊട്ടേറ്റ് ചെയ്യും അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് അടിക്കുമ്പോൾ എന്താണ്? ആ തുണിയിലുള്ള അഴുക്കുകള് അല്ലെ, ആ ശക്തിയായി ആ തുണിയിലേക്ക് വന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ അതിലുള്ള ഈ അഴുക്കുകൾ പോകും. അങ്ങനെയല്ലേ നമ്മൾ അലക്കണത് വാഷിംഗ് മെഷീനില് അല്ലേ? വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറില്ലേ? ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് ഓക്കെ അല്ലെ? അതുപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ മെഷീനില്
ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവിനെ എന്താ വൈബ്രേഷൻ ആക്കും. വൈബ്രേഷൻ വരുമ്പോ എന്ത് സംഭവിക്കും? ചെറിയ ബബിൾസ് ഉണ്ടാക്കും. ആ കുമിളകൾ ചെന്നിട്ട് ആ ഇന്ത്യയുടെ സർഫസിൽ, ആ ട്യൂബ്സിന്റെ സർഫസിൽ ചെന്ന് പതിക്കുമ്പോൾ അവിടുത്തെ വേസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെ അത് റിമൂവ് ചെയ്യും. After the tools are washed, they are dried in oven dryer. അപ്പൊ അങ്ങനെ നമ്മള് ടൂൾസ് ഒക്കെ വാഷ് ചെയ്തു, അൾട്രാസോണിക് മെഷീനിലോ അല്ലെങ്കിൽ മാനുവലി ആയിട്ട് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാഷ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ഡ്രൈഡ് ഇൻ ആൻ ഓവൻ ഡ്രയർ. ഓവനിൽ വെച്ചിട്ട് അത് ഡ്രൈ ചെയ്യും, ഉണക്കും. എന്നിട്ട് എന്ത് പറ്റുന്നു? ആൻഡ് ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ. അപ്പൊ ഇവിടെ ചോദ്യം ഉണ്ടല്ലോ, അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കല്ലേ? ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ആൻഡ് ഡ്രൈഡ് ആൻഡ് ട്രാൻസ്ഫർ ടു ഡാഷ് ഏരിയ. നെക്സ്റ്റ് ഏത് ഏരിയയിലേക്ക് പോകുന്നേ? കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. വാഷ് ചെയ്തു, ഡ്രൈ ചെയ്തു, നെക്സ്റ്റ് പോകുന്നത് എന്ത് ചെയ്യാനാണ്? ടൂൾസ് പാക്ക് ചെയ്യാൻ. ഏത് ഏരിയയിലേക്ക്? പാർക്കിംഗ് ഏരിയയിലേക്ക് പോകും. മേഘ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജ് ഒക്കെ ചെയ്തോ, അപ്പൊ നിങ്ങളുടെ ഉറക്കം വരില്ല. എനിക്കറിയാലോ നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുള്ള ആളുകളൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ? 29 പേരെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നു? അപ്പൊ ക്ലീനിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോകുന്നത് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഇനി അവിടെ എന്താ സംഭവിക്കണേന്ന് നോക്കി. പാർക്കിംഗ് ഏരിയയില് ക്ലീൻ ആൻഡ് പാർക്കിംഗ് ഏരിയ. Cleaned and dried instruments are packed before sterilization. ഒന്ന് ശ്രദ്ധിച്ചേ, ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ പാക്ക് ചെയ്യും. എന്തിനാ? സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് പാക്ക് ചെയ്താൽ പോരെ? എന്തിനാ സ്റ്റെറിലൈസേഷന് മുന്നേ പാക്ക് ചെയ്യണമെന്ന് പറയുന്നത്? എന്താ? നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് ആ ഇൻസ്ട്രുമെന്റ്സ് പിടിച്ചാൽ വീണ്ടും ഇൻഫെക്ഷൻ ആവൂലേ? അല്ലേ? ഇൻഫെക്ഷൻസ്, മൈക്രോബ്സ് അവിടെ വരാൻ ചാൻസ് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ക്ലീൻ ആക്കി ഡ്രൈ ചെയ്തത് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. മനസ്സിലാവണല്ലേ? ക്ലിയർ ആവണല്ലേ? അല്ലെ? നമ്മളൊരു പൊതിഞ്ഞ് നല്ല പാക്ക് ചെയ്ത് വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ആ മെഷീനിലേക്ക് വെക്കുന്നത് കേട്ടോ. സോ ദാറ്റ് പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ. Cleaned and dried instruments are packed before dash. എന്തിനു മുന്നാണ് പാക്ക് ചെയ്യണേ? സ്റ്റെറിലൈസേഷന് മുന്നേ അത് പാക്ക് ചെയ്യും. So that they are not tainted while handling after they are sterilized. നമ്മൾ പറഞ്ഞില്ലേ എന്തുകൊണ്ടാ? They are not tainted. Taint എന്ന് പറഞ്ഞാൽ എന്താ? Contaminated, മലിനമാവുക എന്നുള്ളതാണ് taint എന്ന് പറഞ്ഞ മീനിങ്. While handling after they sterilized. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം പിന്നെ ആ ടൂൾസ് നമ്മള് കൈ കൊണ്ട് എടുക്കുവാണെങ്കിലോ അല്ലേ? അപ്പൊ വീണ്ടും അത് കണ്ടാമിനേറ്റഡ് ആകും. അപ്പൊ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ, സ്റ്റെറിലൈസേഷന് മുന്നേ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കും. Most of the items are packed in trays which are covered with a double layer of cotton cloth. ഇനി എന്തുകൊണ്ടാ പാക്ക് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? എന്തുകൊണ്ടാ? ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്. ഡബിൾ ലെയർ കോട്ടൺ ക്ലോത്ത്, കോട്ടൺ വസ്ത്രങ്ങൾ കൊണ്ട്. പേപ്പർ എൻവലപ്പ്. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കവർ കേട്ടാ. പേപ്പർ കവറുകൾ കൊണ്ട്. ആർ ഓൾസോ അവൈലബിൾ. ഏതാണോ അവിടെ അവൈലബിൾ ആകുന്നത്, ലഭ്യമാകുന്നത്, അതുകൊണ്ട് കവർ ചെയ്യും. അപ്പൊ എന്തുകൊണ്ടൊക്കെ കവർ ചെയ്യാന്നാ പറഞ്ഞേ? ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ്, പേപ്പർ എൻവലപ്പ്, പേപ്പർ കവറുകളോ ഡബിൾ ലെയറിലുള്ള കോട്ടൺ ക്ലോത്ത്സോ ഉപയോഗിച്ചിട്ട് അത് കവർ ചെയ്യും. ഇനി നോക്കിയേ, എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി പ്ലാസ്റ്റിക് ബാഗ്സ് ആർ. അതുപോലെ ഒരു എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി സ്റ്റീൽ ട്രെയില് ഇത് പറയുന്നുണ്ട് കേട്ടോ. നോക്കിയേ, അവിടെ എങ്ങനെയുള്ളതാണ്? എഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ളത്. ബട്ട് കോസ്റ്റ്ലി എന്നാൽ അധികം വിലയില്ലാത്ത രീതിയിലുള്ള പേപ്പർ എൻവലപ്പോ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കും. അവിടെ കോസ്റ്റ്ലി എന്നുള്ളതിന്റെ അവിടെ കഴിയുമ്പോ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തോ കേട്ടോ. കോസ്റ്റ്ലി കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോ. ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല ബ്രാക്കറ്റ്. ഇനി നോക്കിയേ, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. എക്സാമിന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ഡാഷ് സ്റ്റെറിലൈസേഷൻ, ETO സ്റ്റെറിലൈസേഷൻ. അവിടെ പഠിക്കണ്ട കേട്ടോ, താഴെ ഡീറ്റെയിൽ വരുന്നുണ്ട്. ETO എന്ന് പറഞ്ഞാൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. ETO നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ എക്സാമിന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡഡ് ഫോം, എക്സ്പാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ETO. Write the expanded form of ETO. അങ്ങനെ ഏതെങ്കിലും ഒക്കെ ചോദിക്കാം കേട്ടോ, എക്സ്പാൻഡഡ് ഫോം. ഓരോന്നും ഇങ്ങനെ വരുമ്പോ തന്നെ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോ. എഥിലീൻ ഓക്സൈഡ് മെഷീൻ.
അപ്പൊ ഈ plastic bags are used for ഈ ethylene oxide sterilization നമുക്ക് ഏതാണ് പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഈ പേപ്പർ എൻവലപ്പോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തോ വേണമെന്നില്ല. അവിടെ ETO എന്ന് പറഞ്ഞ താഴെ കിടക്കണ്ട കേട്ടോ. അതാണ് ഞാൻ പറയാതെ എഥിലീൻ ഓക്സൈഡ് മെഷീൻ ആണ്. എഥിലീൻ ഓക്സൈഡ് ETHYNE താഴെയുണ്ട്, ഇപ്പൊ എഴുതണമെന്നില്ല, അവിടെ താഴെ കിടക്കുന്നുണ്ട് ETOയുടെ. അപ്പൊ നോക്കിയേ, അത് സ്റ്റീലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ്. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, പാക്കിംഗ് ചെയ്തു, സീലിംഗ് ചെയ്തു, ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്പോർട്ട് ഫോർ സ്റ്റെറിലൈസേഷൻ. കണ്ടോ, പാക്കിംഗ് ചെയ്തു, അത് കറക്റ്റായി സീൽ ചെയ്തു, ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നു, എങ്ങോട്ടാ പോകുന്നേ, അടുത്തത് എങ്ങോട്ടാ പോകുന്നേ, പാക്കിംഗ് കഴിഞ്ഞു, സീലിംഗ് കഴിഞ്ഞു, ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്പോർട്ട് ഫോർ സ്റ്റെറിലൈസേഷൻ. അത് നോട്ട് ചെയ്തിട്ടേ. After packing and sealing, the instruments are transferred for dash. എന്തിലേക്കാ പോകുന്നത്, സ്റ്റെറിലൈസേഷന് വേണ്ടിയാണ് അടുത്തത് പോകുന്നത്. ഇനി അടുത്ത നാലാമത്തെ ഏരിയ ആണ് സ്റ്റെറിലൈസേഷൻ ഏരിയ. ഓർക്കണ്ട ഏരിയകൾ ഏതൊക്കെയാന്നുള്ളത്. ആദ്യം നമ്മൾ റിസീവ് ചെയ്തു അല്ലെ, റിസീവിംഗ് ഏരിയ, പിന്നെ അത് ക്ലീൻ ചെയ്തു, ക്ലീനിങ് ഏരിയയിലേക്ക് വന്നു, പിന്നെ അവിടെ പാക്കിംഗ് ഏരിയയിലേക്ക് വന്നു. ഇനി നാലാമത്തെയാണ് സ്റ്റെറിലൈസേഷൻ ഏരിയ. ഇവിടെ നോക്കിയേ, സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ ഐദർ ഓഫ് ദ ടു മെത്തേഡ്സ് ഇൻ CSSD. CSSDയുടെ രണ്ട് മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കിയേ, ഒന്നാമത്തത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. സ്റ്റീം വഴി, നമുക്ക് നീരാവി വഴി നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് വഴിയും സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഇപ്പൊ രണ്ട് മെത്തേഡ് ഏതൊക്കെയാ, CSSDയില് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് രണ്ട് മെത്തേഡാണ്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉണ്ട്, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനും ഉണ്ട്. ഇത് താഴെ കിടക്കുന്നുണ്ട് കേട്ടോ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഇനി ഇവിടെ നോക്കിയേ, അതിനകത്ത് വരുന്നതാണ് ഓട്ടോക്ലേവ്. നമ്മൾ പറഞ്ഞില്ലേ, എന്താ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്. അത്ര ഓർത്ത് വെക്കുക കേട്ടോ. ഓട്ടോക്ലേവ് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്. അവിടെ എങ്ങനെയാ ഓട്ടോക്ലേവിൽ എന്ത് സ്റ്റെറിലൈസേഷൻ നടത്തുന്നേ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ബ്രാക്കറ്റിൽ കണ്ടില്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓട്ടോക്ലേവില് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. കണ്ടോ, പല ടൈപ്പ് ഓട്ടോക്ലേവ് കണ്ടോ നിങ്ങള്, കണ്ടോ, ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ് ഉണ്ട്, സിമ്പിൾ ഓട്ടോക്ലേവ്, അതാണ് പ്രഷർ കുക്കർ പോലെ ഇരിക്കല്ലേ അല്ലെ, നമ്മുടെ കുക്കർ പോലെ ഇരിക്കല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ് ഉണ്ട്, പെട്ടെന്ന് തന്നെ ചെയ്യുന്ന രീതിയിൽ ഫ്ലാഷ് ഓട്ടോക്ലേവ് ഉണ്ട്. ഏതൊക്കെയാ മൂന്ന് ടൈപ്പ് നമുക്ക് പറഞ്ഞേക്കുന്നത്, ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ്, സിമ്പിൾ ഓട്ടോക്ലേവ്, ഫ്ലാഷ് ഓട്ടോക്ലേവ്. ഓക്കെ, ഇനി നോക്കിയേ, അപ്പൊ ഈ നമ്മൾ പറഞ്ഞത് ഓട്ടോക്ലേവില് എന്ത് വഴിയാ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നേ, സ്റ്റീം ആണോ ഗ്യാസ് ആണോ, ഏത് വഴിയാ ഓട്ടോക്ലേവില് ചെയ്യുന്നേ, ഏത് വഴിയാ, സ്റ്റീം ആണോ ഗ്യാസ് സ്റ്റെറിലൈസേഷനോ ചെയ്യുന്നേ ഓട്ടോക്ലേവില്, സ്റ്റീം. ഓക്കെ, സ്റ്റീം വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ താങ്ങാവുന്ന, കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഏറ്റവും കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ്. സ്റ്റെറിലൈസേഷനിൽ ഏറ്റവും കോസ്റ്റ് ഫ്രണ്ട്ലി, ഏറ്റവും അഫോർഡബിൾ, താങ്ങാവുന്ന രീതിയിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. സ്റ്റീം അണ്ടർ പ്രഷർ is the most affordable method of sterilization. Autoclave produce steam at a temperature of 121 degrees centigrade under 50 pounds of pressure. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഈ ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ എത്രയാ, നമ്മുടെ വെള്ളം നമുക്ക് ബോയിൽ ചെയ്യാൻ എത്ര ഡിഗ്രി വേണം, വെള്ളം തിളയ്ക്കാനായിട്ട് എത്ര ഡിഗ്രിയില, 100 ആക്കാൻ അല്ലെ, 100 ഡിഗ്രി ഒക്കെ ആവുമ്പോഴത്തേക്കാണ് വെള്ളം തിളയ്ക്കുന്നത്. നമുക്ക് ഇത് എത്ര ഡിഗ്രി വേണം, അപ്പൊ സ്റ്റീം ആണ് അല്ലെ, കുറച്ചും കൂടി ആ ബോയിലിംഗ് പോയിന്റ് കൂട്ടണ്ടേ, 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 pounds ഓഫ് പ്രഷർ. പൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ, പൗണ്ട് യൂണിറ്റ് ഓഫ് വെയിറ്റ് ആണ് കേട്ടോ, പൗണ്ട് എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് 15 പൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 454 ഗ്രാമോളം വരും.
അപ്രോക്സിമേറ്റ്ലി ആട്ടോ 1 pound is equal to 454 grams. ആ ഡിഗ്രി ഒന്ന് നോക്കി വെച്ചോ. 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 pounds of pressure. ഇനി നോക്കിയ ടൈം എത്ര സമയം വേണം അതിന്? ഇൻ ദിസ് പ്രോസസ് എത്ര സമയം വേണം? 20 minutes. 20 മിനിറ്റ് വേണം. മനസ്സിലായോ? ഓട്ടോക്ലേവില് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 pounds of പ്രഷറില് 20 minutes is needed. 20 മിനിറ്റ് സമയം വേണം അത് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ. ക്ലിയർ ആയോ നോക്കിയേ? ഓട്ടോക്ലേവിന്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ആണ് ഈ സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന? സ്റ്റീം ഉപയോഗിച്ച്, നീരാവി ഉപയോഗിച്ചിട്ടാണ്. ടെമ്പറേച്ചർ എത്രയാണ്? 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 pounds of പ്രഷറില് 20 മിനിറ്റ് വേണം ഇത് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ. ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ ആണോ നോക്കിയേ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി നോക്കിയേ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞ ഗ്യാസ് വഴിയാണ്. അവിടെ സ്റ്റീം അല്ല, അവിടെ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ്. ഏത് ഗ്യാസ് ആണെങ്കിൽ എഥിലീൻ ഓക്സൈഡ്. കേട്ടോ, എഥിലീൻ ഓക്സൈഡ് മിഷ്യൻ ETO. അവിടെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട് കേട്ടോ. എഥിലീൻ ഓക്സൈഡ് മിഷ്യൻ, എഥിലീൻ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ETO സ്റ്റെറിലൈസേഷൻ. കേട്ടോ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. എഥിലീൻ ഓക്സൈഡ് മിഷ്യൻ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. Okay, this method is primarily used for a heat responsive and moisture responsive material like cardiac catheter, plastic items and endoscope. Okay, ഇതെന്ന് പറഞ്ഞാൽ ഈ ചില ഐറ്റംസ്, അതായത് ഹീറ്റ് റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ചൂടടിക്കുമ്പോൾ അത് ചീത്തയാവും അല്ലെ? ഹീറ്റിനോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ മോയ്സ്ചറിനോട് പ്രതികരിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ്, അങ്ങനെയുള്ള ഐറ്റംസ് അല്ലെ? അതായത് ഏതൊക്കെ? അവിടെ കാർഡിയാക് കാത്തീറ്റർ, കാത്തീറ്റർ ഇല്ലേ? കാർഡിയാക് കാത്തീറ്റർ, ചെറിയ ട്യൂബ്. ഡയാലിസിസിൽ നമ്മൾ പഠിച്ചു അല്ലെ? അതായത് ചെറിയ ട്യൂബ്. കാത്തീറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ ട്യൂബ് ആണ്. അതിന്റെ ടിപ്പിൽ ഒരു ചെറിയ നീഡിൽ ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മള് ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെ? ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കാത്തീറ്റർ കടത്തി വിട്ടിട്ട് ആ ബ്ലോക്ക് ഉള്ള ഭാഗമൊക്കെ നിങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. റേഡിയോളജിയിൽ കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ആൻജിയോഗ്രാഫി, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ എന്തായാലും കാത്തീറ്റർ എന്ന് പറഞ്ഞാൽ കാത്ത് ലാബിൽ ഉപയോഗിക്കുന്ന ചെറിയ ട്യൂബാണ് കേട്ടോ. ട്യൂബ് അതിന്റെ ടിപ്പിൽ നീഡിലുണ്ടാവും. അതായത് ഹാർട്ടില് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാത്തീറ്റർ ആണ് ആ ഇതിൽ കൂടെ, നമ്മുടെ വെയിനിൽ കൂടെ ഇങ്ങനെ കടത്തിവിട്ട് ബ്ലോക്ക് ഉള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതും അവിടെ എന്താ പറയാ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നതും ഒക്കെ, ആൻജിയോപ്ലാസ്റ്റി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും ഒക്കെ. അപ്പൊ നമുക്കത് പറയാം. എന്തായാലും ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്, ടിപ്പില് ഒരു നീഡിലൊക്കെ ഉള്ളതാണ്, കാത്ത് ലാബിൽ ഉപയോഗിക്കുന്ന ട്യൂബാണ് കാർഡിയക് കാത്തീറ്റർ എന്ന് പറയുന്നത്. അത് പിന്നെ ചില പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ് ഒക്കെ ഇല്ലേ? എൻഡോസ്കോപ്പി ചെയ്യാനുള്ള എൻഡോസ്കോപ്പി, ഇതൊക്കെ പ്ലാസ്റ്റിക് ട്യൂബുകളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഹീറ്റ് വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്താലോ? അതൊക്കെ ഒരുക്കി പോലെ അല്ലേ? അപ്പൊ അത് ഹീറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങള്, കാർഡിയാക് കാത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റം, എൻഡോസ്കോപ്പ്, ഇതൊക്കെ നമുക്ക് അപ്പൊ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെയാ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? ഗ്യാസ് വഴി, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഏത് മെത്തേഡ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്? ഹീറ്റ് റെസ്പോൺസീവ് അല്ലെങ്കിൽ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കാത്തീറ്ററുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എഥിലീൻ ഓക്സൈഡ് മെഷീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വഴിയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. ഇത് നോക്കിയേ, ഇത് വില കുറഞ്ഞ മെഷീനൊന്നുമല്ല, നല്ല കോസ്റ്റ്ലി ആണ്, നല്ല വില കൂടിയ മെഷീനാണ്. ആൻഡ് യൂസസ് പോയിസണസ് ഗ്യാസ്. ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു പോയിസണസ് ഗ്യാസ് ആണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. Due to which is necessary to make sure that there is items are to be free of gas molecules before using them on a patient. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. അപ്പൊ ഈ പോയിസണസ് ഗ്യാസ് ആണ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം അറിയോ? ഇനി ആ സ്റ്റെറിലൈസ് ചെയ്ത ആ മെറ്റീരിയൽസ് ഐറ്റംസ് പേഷ്യന്റിന് ഉപയോഗിക്കുന്ന
നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ നോക്കണം. അതായത് അതിന്റെ എല്ലാ ഗ്യാസ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്തിട്ടില്ലേ അല്ലെ? എല്ലാ ഗ്യാസ് പാർട്ടിക്കിൾസ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് എല്ലാ ഗ്യാസ് പാർട്ടിക്കിൾസും ഒക്കെ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു അംശവും അതിലില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ആ എക്യുപ്മെന്റ്സ് പേഷ്യന്റിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പാർട്ടിക്കിൾസ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് എന്താ ദോഷമാണ് അല്ലെ? പോയിസണസ് ഇതല്ലേ, പോയിസണസ് അല്ലേ? അപ്പൊ പേഷ്യന്റ് ദോഷാവും. അപ്പൊ അത് പേഷ്യന്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത് ഒരു അംശവും അതിനകത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. The entire cycle may take up to 8 to 12 hours. സമയം ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. എത്ര സമയം എടുക്കും അവിടെ ആ ഒരു സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന് എത്ര സമയം വേണം? 8 തുടങ്ങി 12 മണിക്കൂർ വരെ എടുക്കും. നമ്മുടെ ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ എത്ര സമയം പറഞ്ഞേ? 20 മിനിറ്റ്സ് അല്ലേ? ഇവിടെ നമ്മൾ എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ടൈം കൂടുതൽ എടുക്കും. 8 തുടങ്ങി 12 മണിക്കൂർ വരെ ആ എന്റെ സൈക്കിൾ ആ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കും. ക്ലിയർ ആയോ? അതിനകത്ത് നമ്മൾ അത് ഏത് ഇതാണെന്ന് നോക്കാം കേട്ടോ. ഹീറ്റ് റെസ്പോൺസീവ്, മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യാൻ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഫ്ലാഷ് സ്റ്റെറിലൈസർ. അപ്പൊ എങ്ങനെയാ സ്റ്റെറിലൈസ് ചെയ്യണേ? എങ്ങനെയായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യണേ? പതുക്കെയാണോ വേഗമാണോ? ഫ്ലാഷ് എന്നാണ് പേര്. ഫ്ലാഷ്, ഒരു ഫ്ലാഷ് പോലെ. അപ്പൊ എങ്ങനെയാ, പെട്ടെന്നാണോ? സ്ലോലി ആണോ ഫാസ്റ്റ്ലി ആയിരിക്കും? പേരിൽ നിന്ന് എന്താ മനസ്സിലാവുക നമുക്ക്? പെട്ടെന്ന്, സ്പീഡ് അല്ലെ? ഫ്ലാഷ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാഷ് കണ്ടോളൂ എന്ന് പറഞ്ഞ ഒരു മിന്നൽ പോലെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, പെട്ടെന്ന് തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. This machine is largely used in operation theatre for emergency purpose. Exam ചോദിക്കാറുണ്ട് കേട്ടോ. Dash machine is largely used in operation theatre for emergency purpose. അപ്പൊ ഏത് ആൻസർ എഴുതും നമ്മള്? ഏതെഴുതും? ഓട്ടോക്ലേവ് എന്ന് എഴുതോ, ഈ എഥിലീൻ ഓക്സൈഡ് മെഷീൻ എന്ന് എഴുതോ, ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് എഴുതോ? ഓപ്പറേഷൻ തിയേറ്ററില് എമർജൻസി പർപ്പസിന് എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഏത് മെഷീനാണ്? ഫ്ലാഷ് സ്റ്റെറിലൈസർ. കിട്ടിയില്ലേ? ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ്. പെട്ടെന്ന് തന്നെ സ്റ്റെറിലൈസ് ചെയ്യാം. എന്താ ഇപ്പൊ നമ്മൾ ഒരാള് സർജറി ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ അവിടെ വെച്ച് തന്നെ നമുക്ക് കുറച്ച് 3-4 മിനിറ്റ് മതി സ്റ്റെറിലൈസ് ചെയ്യാൻ. അപ്പൊ സർജറി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആ എക്യുപ്മെന്റ്സ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഈ 20 മിനിറ്റും ഒക്കെ അല്ലെങ്കിൽ 8-12 മണിക്കൂറും ഒക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലേ? ആ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉപയോഗിക്കുന്നത്. അത്രയും പെട്ടെന്ന് തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും. ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്. ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരത്തിലുള്ള ഓട്ടോക്ലേവ് തന്നെയാ. കണ്ടോ? ഫ്ലാഷ് ഓട്ടോക്ലേവ്, മൂന്നാമത്തെ പടം കണ്ടോ? ഒരു തരത്തിലുള്ള ഓട്ടോക്ലേവ് തന്നെയാണ്. ഹാസ് വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. പക്ഷെ എന്താ? സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കുറച്ച് മതി. എത്ര സമയം വേണം നോക്കിയേ? 3 to 4 minutes. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. വളരെ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ വളരെ കുറവാണ്. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിയേ, ടെമ്പറേച്ചർ നോക്കിയേ എത്രയാ? അപ്പൊ ടെമ്പറേച്ചർ കൂട്ടണ്ടേ? ടെമ്പറേച്ചർ എത്ര വരും? 132 ഡിഗ്രി സെന്റിഗ്രേഡ്. എത്രയാണ്? 132 ഡിഗ്രി സെന്റിഗ്രേഡിന് 3-4 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ ഡോക്ടറിന് അല്ലെങ്കിൽ സ്റ്റാഫിന് എന്തായ എക്യുപ്മെന്റ്സുകൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് അപ്പൊ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും ആ ഇൻസ്ട്രുമെന്റ്സ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയോ നോക്കിയേ? ഓക്കെ ആണോ നോക്കിയേ? അപ്പൊ ഫസ്റ്റ് ലൈൻ നോട്ട് ചെയ്തിടുക. ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ്. ഇതൊരു തരത്തിലുള്ള ഓട്ടോക്ലേവ് തന്നെയാണ്. പക്ഷെ ഈ ഡ്യൂറേഷൻ വളരെ ഷോർട്ട്. സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കുറവാണ്. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ടെമ്പറേച്ചർ ഓട്ടോക്ലേവിനേക്കാൾ കുറച്ച് കൂട്ടണം അല്ലെ? 332 ഡിഗ്രി സെന്റിഗ്രേഡിലായിരിക്കും അവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. ക്ലിയർ ആവുന്നില്ലേ?
ഇനി നമുക്ക് അടുത്തത് എങ്ങോട്ടാ പോണ്ടേ? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ഏത് ഏരിയയിലേക്കാ പോണ്ടേ? നമുക്ക് ഇതാണ് അഞ്ചാമത്തെ ഏരിയ. ഏതാണ്? സ്റ്റോറേജ് ഏരിയ. ഇനി ആ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തു അല്ലെ? പല രീതിയിലൂടെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്തു. ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ഏതാണ്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്തു. ഇനി അടുത്തത് അത് പോകേണ്ടത് സ്റ്റോറേജ് ഏരിയയിലേക്കാണ്. എങ്ങോട്ടാ പോണ്ടേ? സ്റ്റോറേജ് ഏരിയ. ഇനി അവിടെ എന്താ ചെയ്യുന്നത് നോക്കിയേ. After the sterilization, the items are provisionally stocked in a cleaned rack from whether they are issued to the user department. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഇഷ്യൂ ചെയ്യുന്നതിന് അവിടെ നിന്ന് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ നേരെ കൊടുത്തല്ല ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ ചെയ്ത് അപ്പൊ തന്നെ കൊടുത്തല്ല ചെയ്യുന്നത്. എന്താ? നമ്മൾ ആ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കത് അവിടെ എന്താ പറയാ സിസ്റ്റം തന്നെ ക്ലീൻ റാക്കിലാക്കി വെക്കുക. ഓരോ റാക്കില് അവിടെ ടെമ്പററി ആയിട്ട് പ്രൊവിഷണലി എന്ന് പറഞ്ഞ എന്താ? ടെമ്പറലി താൽക്കാലികമായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. കണ്ടോ? സ്റ്റെറിലൈസേഷൻ ചെയ്തു, ഐറ്റംസ് താൽക്കാലികമായിട്ട് ആ CSSD-യിലെ തന്നെ ക്ലീൻ റാക്കില് അവര് സ്റ്റോർ ചെയ്യും. അതിനുശേഷമാണ് ഇഷ്യൂ ചെയ്യുന്നത്. എങ്ങോട്ട്? യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക്. അതിനുശേഷമാണ് ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അവിടെ കൊടുക്കാനുള്ള ഒരു പ്രിൻസിപ്പിള് എക്സാമിന് എപ്പോഴും ചോദിക്കും. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ FIFO. ഏതാണ്? FIFO എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇതിന് the replacement of sterile in keeping demand of the department. ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഡിമാൻഡ് നിലനിർത്തുന്നതിൽ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് റീപ്ലേസ് ചെയ്യുന്നതിന് അവര് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? FIFO. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് പ്രിൻസിപ്പിൾ. അവിടെ CSSD-യില് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എങ്ങനെയാ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്ന് വെച്ചാൽ എന്താ? ആദ്യം എടുക്കുന്നത് ആദ്യം കൊടുക്കും. മനസ്സിലായോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആ പ്രിൻസിപ്പിൾ ആണ് അത് അവരവിടെ ഫോളോ ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. FIFO എന്താന്ന് ചോദിക്കുക. അത് തന്നെ തിരിച്ച രീതിയിൽ ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളത് FIFO എന്നുള്ളതിന് പകരം FOFI എന്ന് ചോദിക്കാം. ഫസ്റ്റ് ഔട്ട് ഫസ്റ്റ് ഇൻ ചോദിക്കാം. അത് FFI എന്ന് ചോദിക്കാം. അങ്ങനെ ആ ലെറ്റേഴ്സ് തമ്മിൽ തിരിച്ചിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ അതറിയാലോ ഏത് പ്രിൻസിപ്പിൾ ആണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. FIFO. എന്താ? FIFO. ഏതാണ്? ഒന്നുകൂടി പറയണ്ടേ? സ്റ്റോറേജ് ഏരിയ ആണോ ദിവ്യ? സ്റ്റോറേജ് ഏരിയ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞ എന്താ? നമ്മള് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് എക്യുപ്മെന്റ്സുകൾ നേരെ പോകുന്നത് സ്റ്റോറേജ് ഏരിയയിലേക്കാണ്. അതായത് ആഫ്റ്റർ ദ സ്റ്റെറിലൈസേഷന് ശേഷം ഐറ്റംസ് എന്ത് ചെയ്യും? പ്രൊവിഷണലി എന്ന് പറഞ്ഞാൽ ടെമ്പറലി താൽക്കാലികമായിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ആ CSSD-യിലുള്ള ആ ക്ലീൻ റാക്കി തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള റാക്കില് അവര് സൂക്ഷിച്ചു വെക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അവര് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് CSSD-യിൽ തന്നെ ആ ട്രാക്കിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യും. ഇനി അവരവിടെ കീപ്പ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഏത്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അത് നോട്ട് ചെയ്ത് വെക്കണം. ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഡിമാൻഡ് കീപ്പ് ചെയ്യുക, നിലനിർത്തുന്നതില് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് റീപ്ലേസ് ചെയ്യുന്നതിന് അവരവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്താ? ആദ്യം എടുക്കുന്നത് ആദ്യം കൊടുക്കും. മനസ്സിലായോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്തത്. അപ്പൊ FIFO എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഇതിലേക്ക് ഇപ്പൊ ക്ലിയർ ആയില്ലേ അത്? ഓക്കെ. ഇനി അടുത്ത ഏരിയ, അവിടെ രണ്ട് കാര്യം നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. സ്റ്റെറിലൈസേഷന് ശേഷം നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് CSSD തന്നെ ടെമ്പററി ആയിട്ട് ക്ലീൻ റാക്കിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവർ അവിടെ ഫോളോ ചെയ്യുന്ന ഇതാണ് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് റീപ്ലേസ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് FIFO. ആ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇനി അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അടുത്തത് എന്താ?
ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഇനി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ, ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ആക്സെപ്റ്റിംഗ് ഏരിയ. കണ്ടോ, നമ്മൾ ആ റിസീവ് ചെയ്ത ഏരിയ ഇല്ലേ, ആദ്യം നമ്മളൊരു വിൻഡോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പുറത്തേക്കുള്ള വിൻഡോ ഉണ്ട്, അതിൽ കൂടിയാണ് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഐറ്റംസ് റിസീവ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ റിസീവിംഗ് ഏരിയയിൽ നിന്ന് ഒത്തിരി ദൂരത്തായിരിക്കും, ഫാർ അവേ, കണ്ടോ, അതിൽ നിന്ന് ഒത്തിരി ദൂരത്തായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, അവിടെ എങ്ങനെയാണ് ഏത് ഇതാണ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ്, എന്ത് ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേക്ക് ഓടോ എന്ന് പറഞ്ഞില്ലേ അല്ലേ, യൂണി ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞില്ലേ. അതായത് റിസീവ് ചെയ്യുന്നത് ഏരിയ വേറെ, ഇങ്ങനെ പല പല കഴിഞ്ഞ് ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ വേറെ സ്ഥലത്ത് അല്ലെ. റിസീവിംഗ് ഏരിയയിൽ നിന്നും യൂണി ഡയറക്ഷനിലാണ്, ഒറ്റ ഡയറക്ഷനിലേക്ക് പോകുള്ളൂ. അപ്പൊ റിസീവ് ചെയ്യുന്ന അക്സെപ്റ്റിംഗ് ഏരിയയിൽ നിന്ന് കുറെ ദൂരെ ആയിരിക്കും ഈ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇൻ മോഡേൺ ഹോസ്പിറ്റൽ there may be different lift or dump elevators for shifting the sterile material to user department. ഈ മോഡേൺ ഹോസ്പിറ്റലുകളിൽ എന്തുണ്ട്, ഇത് കൊണ്ടുപോകാൻ എന്തുണ്ട്, ഈ സാധനങ്ങൾ തലയിൽ ചോന്ന് കൊണ്ടുപോകണ്ട അല്ലെ. എങ്ങനെയാ, ലിഫ്റ്റ് ഓർ ഡംപ് എലിവേറ്റേഴ്സ്, എലിവേറ്റർ അല്ലെ, ഒരു ഇത് കൊണ്ടുപോകാനായിട്ട് ലിഫ്റ്റ് ഉണ്ട്. ഈ ഡംപ് എലിവേറ്റർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിന് തന്നെ പറയുന്നത്, ബ്രാക്കറ്റ് ഇട്ടേക്കണം, ഡംപ് എലിവേറ്റർ ഫോർ ഷിഫ്റ്റിംഗ് ദ സ്റ്റെറൈൽ മെറ്റീരിയൽ ടു യൂസർ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ലിഫ്റ്റുകൾ ഉണ്ട്. ആ ലിഫ്റ്റ് നമുക്ക് പ്രയോജനപ്പെടാം കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമുക്ക് സ്റ്റെറിലൈസേഴ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ളത് ഇപ്പൊ സർജറി ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ എന്താ, അതിന് നമ്മൾ സ്വന്തം പോണ്ട, ലിഫ്റ്റോ അല്ലെങ്കിൽ എലിവേറ്റർ വഴി അത് കൊണ്ടുപോകാം. പിന്നെ അത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും ഇതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാ പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിലുള്ള വിൻഡോ വിത്ത് കൗണ്ടർ, കണ്ട ഒരു കൗണ്ടർ ഉള്ള വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ തന്നെയാണ് അത് പുറത്തേക്കും അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. റിസീവിംഗ് ഏരിയ പോലെ തന്നെ ഉണ്ടോ, ഹാവ് എ വിൻഡോ വിത്ത് കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്, അതിൽ കൂടിയാണ് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? നോക്കി, അത്രയും ഏരിയകള്, 6 ഏരിയകള്. ഓക്കെ, ഇനി അടുത്തത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSST. CSSTയിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിക്കേറ്റർ എന്താ? സൂചകങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ സ്റ്റെറിലൈസേഷൻ ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ അതിന്റെ ക്വാളിറ്റി നമുക്ക് അറിയണ്ടേ അല്ലെ. ക്വാളിറ്റി ഒക്കെ നമ്മൾ കറക്റ്റ് ആയോ, ഓക്കെ ആയോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പൊ അങ്ങനെ നമ്മള് CSSTയില് നമ്മൾ ഈ സ്റ്റെറിലൈസേഷന്റെ ക്വാളിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. പല പല ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സ്റ്റെറിലൈസേഷൻ ചെയ്തത് ഓക്കെ ആയോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ. 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, അടുത്തത് കെമിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ അടുത്തതാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ഏതൊക്കെ 3 ടൈപ്പ്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. എന്തിനു വേണ്ടിയാ ഇൻഡിക്കേറ്റർ? എന്തിനാ? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തില്ലേ, അതിന്റെ ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ. സ്റ്റെറിലൈസ് ചെയ്തത് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയോ, ഓക്കെ ആയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ. അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡിക്കേറ്റർ. കണ്ടോ, ക്വാളിറ്റി ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ CSST ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ. ഏതൊക്കെ ഇൻഡിക്കേറ്റർ പറഞ്ഞേ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞു, കെമിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞു, അടുത്തത് 3ാമത്തെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. നോക്കിയേ, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്താ നോക്കിയേ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താ പറഞ്ഞത് നോക്കിയേ, ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം. അവിടെ ആ ടൈം അവിടെ റെക്കോർഡ് ചെയ്യും. നമ്മൾ ഓരോന്നിനും പറഞ്ഞില്ലേ, ഓരോ ടൈം പറഞ്ഞില്ലേ അല്ലെ. ഇത്ര ടൈം ആയാലേ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓട്ടോക്ലേവില് 121 ഡിഗ്രി സെന്റിഗ്രേഡില് അല്ലെ, നമ്മൾ ഓരോ അത്രയും ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് 20 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ 20 മിനിറ്റ് ആ ടൈം നോക്കണ്ടേ നമുക്ക്.
വെറുതെ വെക്കാൻ പറ്റുമോ? ആ ടൈം മെഷർ ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ, ടെമ്പറേച്ചർ നോക്കാൻ, അവിടുത്തെ ഹ്യൂമിഡിറ്റി നോക്കാൻ, പ്രഷർ, ഇതൊക്കെ ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലുടനീളമുള്ള ടെമ്പറേച്ചർ, ടൈം, ഹ്യൂമിഡിറ്റി ഇതൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അവിടെ ചോദിക്കുന്നുണ്ട് എക്സാമിന്, ഡാഷ് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ throughout the time of the sterilization cycle. ഏത് ഇൻഡിക്കേറ്റർ ഓപ്ഷൻ കൊടുക്കും? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ഇൻഡിക്കേറ്റർ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഏതായിരുന്നു നമ്മള്? ഏതാണ്? ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മളിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നുള്ള ഒരു ഐഡിയ കൂടി കിട്ടുന്നില്ലേ എക്സാമിന്? ഞാൻ അങ്ങനെ പറഞ്ഞുകൂടി തരുന്നത് കൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് അങ്ങനെ പറയുമ്പോ. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും, അതിന്റെ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഏത് ഇൻഡിക്കേറ്റർ ആണെന്ന് ചോദിക്കാം. ഡാഷ് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് മെക്കാനിക്കൽ ഡയൽ, ഇലക്ട്രോണിക് ഡിസ്പ്ലേ. മെക്കാനിക്കൽ ഡയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഒരു അലാറം കീല്, നമ്മുടെ ക്ലോക്ക് കീല് അതുപോലെ കാണിക്കുന്ന ഒരു മെഷീനാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ റീഡിങ് ഇങ്ങനെ കാണിക്കുന്നു, ആ ടൈം ഇങ്ങനെ കാണിക്കും. നമ്മളെ ക്ലോക്കില്ലേ സമയം അറിയാൻ, അതുപോലെ ആ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ മെക്കാനിക്കൽ ഡയല് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേ എന്ന് പറയുന്ന അത് രണ്ടും എക്സാമ്പിൾ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്ററിന്റെ എക്സാമ്പിൾ ആട്ടോ. മെക്കാനിക്കൽ ഡയല് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. എക്സാമ്പിൾ ഒന്നും ചോദിക്കാറില്ല, എങ്കിലും ഒന്ന് എഴുതി വെച്ചോ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്ററിന്റെ എക്സാമ്പിൾ ആണ് മെക്കാനിക്കൽ ഡയല്. ഓക്കെ, മെക്കാനിക്കൽ ഡയൽ. അപ്പൊ അത് എന്താ പറയാ, അത് റീഡിങ് ഇങ്ങനെ കാണിക്കുക അതിനകത്ത്. അപ്പൊ എത്ര ടൈം? അപ്പൊ നമുക്ക് ആ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. കണ്ടോ? അപ്പൊ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. ക്ലിയർ ആയോ ആ കാര്യം? ക്ലിയർ ആയി. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, കെമിക്കൽ ഇൻഡിക്കേറ്റർ. അവിടെ കെമിക്കൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓൾ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഡിസൈൻഡ് ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ. സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്ററും. എന്താ പറഞ്ഞേക്കുന്നേ? സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്ററും. എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്ററും. അതായത് ഇവിടെ ഇപ്പൊ നമ്മളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയാമോ കാണിക്കുന്നത്? ഒരു കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ. ഇപ്പൊ നമ്മളൊരു സ്ലിപ്പ് പോലത്തെ ഒരു സാധനം വെക്കുകയാണ്. അപ്പൊ ഒരു സ്ലിപ്പ് പോലത്തെ ഇത് അതിന്റെ കൂടുതൽ വെച്ച് കഴിയുമ്പോൾ അപ്പൊ ആ സ്ലിപ്പില് നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിയുമ്പോൾ കളർ ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? അതിന്റെ കളർ വേരിയേഷൻ, കളർ ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവിടെ ഏതൊക്കെയാണ്? സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. ആ സ്ലിപ്പില് നമുക്ക് കളർ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എടുക്കുമ്പോൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ എടുക്കൂലേ, അപ്പൊ ആ സ്ലിപ്സില് കളർ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് അവിടെ കെമിക്കൽ ആണ് കേട്ടോ അവിടെ ഉപയോഗിക്കുന്നത്. ആ കെമിക്കൽ സ്ലിപ്പ് പോലെ ഇരിക്കുന്നത്. അപ്പൊ അത് നേരെ വെക്കും. സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അതൊന്നും കൂടി വെക്കും. എന്നിട്ട് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ ആ സ്ലിപ്പ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ആ കളർ ചേഞ്ച് അവിടെ വരുവാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? അത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ അത് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാം. അവിടെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാം. ദിസ് കൺഫേം ദാറ്റ് ആൻ ഓട്ടോക്ലേവ് ഓർ സ്റ്റീം സ്റ്റെറിലൈസർ. ഇതനുസരിച്ചാണ് ഓട്ടോക്ലേവോ സ്റ്റീം സ്റ്റെറിലൈസർ വർക്ക് ചെയ്യുന്നത്. There are many type of chemical indicator. അതിന്റെ എക്സാമ്പിൾ അവിടെ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റേതൊക്കെ നമ്മൾ എഴുതിയില്ലായിരുന്നു. മെക്കാനിക്കൽ ഇൻഡിക്കേറ്ററിന് നമ്മൾ എഴുതിയില്ലേ? മെക്കാനിക്കൽ ഡയല്. എക്സാമ്പിൾ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. എങ്കിൽ അതൊന്ന് എഴുതി വെച്ചു. എക്സാമ്പിൾ മെക്കാനിക്കൽ ഡയൽ. ഇവിടെ നോക്കിയേ, കെമിക്കൽ ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ ഏതൊക്കെയാ? OV ലിക്വിഡ് ടെസ്റ്റ് പാക്ക് ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. OV ലിക്വിഡ് ടെസ്റ്റ് പാക്ക് ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. ഇതൊക്കെ ഒരു സ്ട്രിപ്പ് പോലെ ഇരിക്കുന്നതാണ്. വേണ്ട, നമ്മൾ പ്രഗ്നൻസി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ഒരു സ്ട്രിപ്പ് നോക്കാറില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ പോണേക്കായി മുന്നേ
അല്ലെ? and അതിനകത്ത് നമ്മൾ യൂറിൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയാ ഒരു 2 വര വരുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആണ്, പ്രഗ്നന്റ് ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കില്ല സ്ലിപ്പ് വഴി. മനസ്സിലാക്കില്ലേ? ആരും ചെയ്തിട്ടില്ല? മാരേജ് കഴിഞ്ഞവരില്ലേ? ഫസ്റ്റ് മാരേജ് വന്നിട്ടുണ്ട് അല്ലെ? എക്സാമ്പിൾ ഒന്നുകൂടി പറയാമോ? എക്സാമ്പിൾ പറയാലോ? പേരാണോ? എന്തൊക്കെയാണ് അത് രണ്ടും ഇങ്ങനെ നമ്മളൊരു സ്ലിപ്പാന്ന് വിചാരിക്കുക കേട്ടോ. ആ സ്ലിപ്പ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കുമ്പോൾ അതിന് കളർ ചേഞ്ച് വരും. ആ കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. അത് 2 കെമിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ബോബി ഡിക്ക് ടെസ്റ്റ് പാക്ക്, ബോബി ഡിക്ക് ടെസ്റ്റ് പാക്ക് ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. ഓക്കെ, രണ്ടെണ്ണാട്ടോ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞു, കെമിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞു. ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് നാളെ ഉണ്ടല്ലോ അല്ലെ? നാളെ ഉണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ക്വാളിറ്റി ഇൻഡിക്കേറ്റർ രണ്ടെണ്ണം പറഞ്ഞത്, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്ററിൽ അവിടെ ഒരു മെഷീൻ പോലെ നമ്മൾ ക്ലോക്ക് ഒക്കെ ഇല്ലേ, അതുപോലത്തെ സംഭവമാണ്. അപ്പൊ അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ അവിടെ റീഡിങ് കാണിക്കും. റീഡിംഗ് എന്ന് പറഞ്ഞാൽ ടൈം കാണിക്കും. അപ്പൊ ഇപ്പൊ 20 മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. 20 മിനിറ്റിലേക്ക് എത്തുമ്പോഴേ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് മെക്കാനിക്കൽ ഡയൽ ഞാൻ പറഞ്ഞത് കേട്ടോ. മെക്കാനിക്കൽ ഡയൽ ഒരു എക്സാമ്പിൾ ആണ്. ഈ അടുത്ത കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ട്രിപ്പാണ് ഉപയോഗിക്കുന്നത്. 2 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ബോബി ഡിക്ക് ടെസ്റ്റ് പാക്ക്, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. ഒരു സ്ട്രിപ്പാണ്. അപ്പൊ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ ആ സ്ട്രിപ്സ് അതിനകത്ത് വെച്ച് കഴിയുമ്പോൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞെടുക്കുമ്പോൾ എന്തായിരിക്കണം? ആ സ്ട്രിപ്സിന്റെ കളർ മാറുകയാണെങ്കിൽ, കളർ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന്റെ കളർ നമ്മൾ വെച്ചതിന്റെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. അപ്പൊ അത് രണ്ടും നമുക്ക് സ്റ്റെറിലൈസേഷൻ നമുക്ക് പൂർണ്ണമായോ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.